ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജഗോവിന്ദത്തിലെ രണ്ടാമത്തെ ശ്ലോകവും വ്യാഖ്യാനവും. മൂഢജഹീഹിതനാഗമതൃഷ്ണ കുരു സദ്ബുദ്ധി മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാതം വിത്തം തേന വിനോദയ ചിത്തം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മൂഢ ധനാഗമതൃഷ്ണാം ജഹീഹി. ഹേ മൂഢ, ധനസമ്പാദനത്തിനുള്ള തൃഷ്ണ വിട്ടുകളയോ. മനസ്സി വിതൃഷ്ണാം സദ്ബുദ്ധിം ഗുരു. മനസ്സിൽ തൃഷ്ണാരഹിതമായി സദ്വിചാരം, അതായത് സത്ത് ചിത് ഈശ്വരനെ കുറിച്ചുള്ള വിചാരം നിറയ്ക്കൂ. നിജകർമ്മോപാത്തം യദ്വിത്തം ലഭസേ. സ്വകർമ്മത്തിൻ്റെ ഫലമായി എന്തു കിട്ടുന്നുവോ തേന ചിത്തം വിനോദയ. അതുകൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കൂ, അതുകൊണ്ട് മനസ്സ് തൃപ്തിപ്പെടട്ടെ. കേനോപനിഷത്ത് ശ്രീ സ്വാമിജിയുടെ വ്യാഖ്യാനം ഒന്ന് പരിശോധിക്കാം. ബഹിർമുഖത്വം കാരണം മനുഷ്യൻ സ്വസ്വരൂപമായ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് അകലുകയും നശ്വര വിഷയങ്ങളിൽ ആകർഷനായി ചമഞ്ഞ് ബാഹ്യലോകത്തെ ആശ്രയിച്ച് സുഖിക്കാമെന്ന് വ്യാമോഹിക്കുകയും ചെയ്യുന്നു. വിഷയവസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടാനും ഭുജിക്കാനുമുള്ള ആഗ്രഹമൊന്നു മാത്രമാണ് തൻ്റെ യഥാർത്ഥ അവസ്ഥയായ സ്വരൂപാനന്ദത്തിൻ്റെ പ്രശാന്തിയിൽ നിന്ന് മനുഷ്യനെ വേർപെടുത്തി കാമതൃഷ്ണാസങ്കുലമായ അശാന്ത ജീവിതത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. അനന്തവും അഖണ്ഡവും പരിപൂർണവുമായ ആത്മാനന്ദത്തിന് അവകാശിയെങ്കിലും പ്രസ്തുത കാരണത്താൽ മനുഷ്യൻ സംസാര ദുഃഖങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. സ്വന്തം അജ്ഞത കാരണം വ്യാമോഹിതനായി ദുഃഖിക്കുന്നവനെത്ര മൂഢൻ. ജഹീഹിതനാഗമതൃഷ്ണാം. ധനസമ്പാദന തൃഷ്ണ വിടു എന്ന ശ്രീ ശങ്കരൻ്റെ ആഹ്വാനം സർവസംസാര ദുഃഖങ്ങളുടെയും ഏക കാരണത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനമത്രേ. ഇവിടെ ധന ശബ്ദം അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ എടുക്കണം. തനിക്ക് സുഖവും സംതൃപ്തിയും ഉണ്ടാവുമെന്ന് കരുതി എന്തെന്ത് വിഷയവസ്തുക്കൾ സമ്പാദിക്കാൻ മനുഷ്യൻ ഇച്ഛിക്കുന്നുവോ അവയൊക്കെയും സർവസമ്പത്തുകളും എന്ന അർത്ഥത്തിലാണ് ധനം എന്ന ശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ധനം സ്വയമേവ ആപത്കാരിയല്ല, ആധ്യാത്മിക ശാസ്ത്രം അതിനെതിരുമല്ല. ധനം ജഹീഹി, ധനം ഉപേക്ഷിക്കൂ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധനാഗമതൃഷ്ണാം ജഹീഹി, ധനത്തിനുള്ള തീരാദാഹം അല്ലെങ്കിൽ തൃഷ്ണ ഉപേക്ഷിക്കൂ എന്നാണ്. തനിക്ക് സുഖം തരാൻ വിഷയങ്ങൾ പര്യാപ്തങ്ങളായേക്കും എന്നു കരുതി അവയുടെ നേരെ മനുഷ്യൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായ ബന്ധമത്രേ തൃഷ്ണ. ബാഹ്യവിഷയങ്ങൾ അവഹേളനാർഹങ്ങളാണെന്ന് കരുതിപ്പോവരുത്. അവ തള്ളപ്പെടേണ്ടവയുമല്ല. എന്നാൽ അവയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം വിവേകപൂർവവും പാവനവുമായിരിക്കണമെന്ന് മാത്രം. ഇപ്രകാരം തൃഷ്ണയെ നീക്കിയ ശേഷം വിതൃഷ്ണമായ മനസ്സുകൊണ്ട് എന്തു ചെയ്യണം? കുരു സദ്ബുദ്ധി. സത്തിനെ, പരമാത്മതത്വത്തെ ധ്യാനിക്കണം. ഇപ്പോഴത്തെ വ്യവഹാരങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് എന്നിരിക്കട്ടെ, അപ്പോൾ ഒരു ശൂന്യതയായിരിക്കും അതിനനുഭവപ്പെടുക. ശൂന്യഭാവം പ്രകൃതി വിരുദ്ധമത്രേ. വിഷയവിഹാരങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നതോടെ, വിഷയകേളി നിർത്തുന്നതോടെ അത്ഭുതാവഹമായ വീര്യം ഉള്ളിൽ തിങ്ങി വിങ്ങുന്നതായി അനുഭവപ്പെടും. ക്രിയാത്മകമായ ഒരു പ്രവർത്തന മണ്ഡലം കണ്ടെത്താൻ അപ്പോൾ അതിന് കഴിയുന്നില്ലെങ്കിൽ ഉള്ളിൽ സംഭരിച്ചു നിർത്തിയ ശക്തിക്ക് പ്രകടമാവാൻ പഴുതു കാണുന്നില്ലെങ്കിൽ പ്രസ്തുത ശക്തിയെ വിനിയോഗിക്കാൻ മഹത്തായ ഒരു മണ്ഡലം തുറന്നു കിട്ടുന്നില്ലെങ്കിൽ അത് വല്ല ഛിദ്രങ്ങളിലൂടെയും ഒഴുകി വീണ്ടും മറ്റെന്തെങ്കിലും ഭോഗ്യവസ്തുക്കളെയുമായി ചേർന്ന് നഷ്ടമാവുകയും ചെയ്യും.
ആധ്യാത്മ ആചാര്യൻ്റെ ഈ ഉപദേശം കേൾക്കുമ്പോൾ പ്രായോഗികതയിൽ മാത്രം തൽപരനായ ഭൗതികവാദി തികച്ചും ന്യായമായ ഒരു സംശയം ഉന്നയിച്ചേക്കാം. ധനസമ്പാദത്തിന് പ്രയത്നിക്കേണ്ട എങ്കിൽ എങ്ങനെ ജീവിത നിർവഹണം സാധ്യമാകും എന്ന് തത്വചിന്തകൻ്റെ സമീപനം അപ്രായോഗികമാണെന്ന് വരികിൽ അയാൾ തത്വചിന്ത വലിച്ചെറിഞ്ഞ് സ്വന്തം പാട് നോക്കി പോകാൻ ഭൗതികന് തികച്ചും ന്യായമുണ്ട്. എന്നാൽ ശരിയായ തത്വചിന്തകന്മാരും അപ്രായോഗികമോ അസാധ്യമോ ആയ സിദ്ധാന്തങ്ങൾ പ്രഖ്യാപിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ല തന്നെ. ലോകത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് ശ്രീ ശങ്കരൻ ഇവിടെ നിർദ്ദേശിക്കുന്നു. നിയുക്തമായ ജോലി മാന്യമായി ചെയ്തിട്ട് കിട്ടുന്ന ധനം കൊണ്ട് നിങ്ങൾ സന്തുഷ്ടിയോടെയും സംതൃപ്തിയോടെയും സുഖമായി ജീവിക്കുവിൻ. എത്ര ഉദാത്തമായ ഉപദേശം! മനുഷ്യൻ്റെ മനോരാജ്യത്തിന് അതിരില്ല. മനോരഥത്തിലേറി അലസയാത്ര ചെയ്യുന്ന മനുഷ്യന് വേണ്ടിടത്ത് വേണ്ടപ്പോൾ അതിനെ നിർത്താൻ വശമില്ലാത്ത മട്ടാണ്. അറ്റമില്ലാത്ത സങ്കല്പങ്ങൾ, തീരാത്ത ആഗ്രഹങ്ങൾ, നിറവേറ്റും തോറും ആഗ്രഹങ്ങൾ പെരുകുകയേ ഉള്ളൂ. കത്തുന്ന തീയിൽ വിറക് ഇട്ടുകൊടുത്താൽ എന്നോണം ആഗ്രഹങ്ങൾ കൂടുതൽ സംതൃപ്തമാക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുകയല്ലാതെ ശമിക്കുകയില്ല. മതി മതി എന്ന് തോന്നുകയില്ലെന്ന് മാത്രമല്ല, പോരാ പോരാ എന്ന് കൊതി കടുത്ത അസംതൃപ്തിയിലും അശാന്തിയിലും നമ്മെ കുടുക്കിയിടുകയും ചെയ്യും. ജീവിതത്തിൽ മനുഷ്യൻ തേടുന്നത് ആത്മസംതൃപ്തിയാണ്. എന്നാൽ പണം കൊണ്ട് നേടാവുന്നതോ വെറും ഇന്ദ്രിയതർപ്പണം. തൽക്കാലത്തേക്കെങ്കിലും കാമാഗ്നി തെല്ലെന്ന് ശമിച്ചതായി തോന്നാം. പക്ഷേ താമസിയാതെ തന്നെ തൃഷ്ണ നമ്മുടെ ഉള്ളിൽ തിരിച്ചെത്തുകയും പൂർവാധികം നിർദ്ദയമായി, പോരാ അതിക്രൂരമായി നമ്മെ പീഡിപ്പിക്കുകയും ചെയ്യും. സ്ഥായിയായ സുഖവും ശരിയായ മനസ്സമാധാനവും ജീവിതത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. അവനവൻ ചെയ്യേണ്ട ജോലി മാന്യമായി ചെയ്തു കിട്ടുന്ന ധനം കൊണ്ട് സംതൃപ്തി അടയാൻ പഠിക്കുക. കൊതി വളരാൻ അനുവദിക്കാതിരിക്കുക. ഇങ്ങനെ മനസ്സിൽ സംതൃപ്തിയും സന്തുഷ്ടിയും വിളയാടുമ്പോൾ മാത്രമേ പരമോന്നതമായ ആധ്യാത്മിക സത്യത്തെ അനുസന്ധാനം ചെയ്യാനും അത് സ്വയം സാക്ഷാത്കരിക്കാനും മനുഷ്യൻ സമർത്ഥനാവുകയുള്ളൂ. ധനത്തിനുള്ള കൊതി മനുഷ്യനെ ദുഷിപ്പിക്കും. ആസക്തി ഹേതുവായി ഒരിക്കലും സ്വൈരമുണ്ടാവുകയില്ല. സമ്പാദിക്കാനാണെങ്കിൽ പാടുപെടണം. സമ്പാദിച്ചത് വല്ലവരും തട്ടിയെടുക്കാൻ ഇടവരാതെ കാത്തു സൂക്ഷിക്കാനോ അതിലേറെ വിഷമവും. അത്യധ്വാനം ചെയ്ത് നേടിയതെങ്ങാൻ നഷ്ടപ്പെട്ടു പോയാലുള്ള ദുഃഖം പറയുകയും വേണ്ട. ആർജിക്കുമ്പോൾ ദുഃഖം, കാത്തു സൂക്ഷിക്കുമ്പോൾ ദുഃഖം, ചെലവഴിക്കുമ്പോൾ ദുഃഖം. ഇങ്ങനെ എപ്പോഴും അർത്ഥം അനർത്ഥഹേതു തന്നെ. വിഷയങ്ങളിലുള്ള കൊതി അഥവാ തൃഷ്ണ മാത്രമേ നാം ത്യജിക്കേണ്ടതുള്ളൂ. തൃഷ്ണയെ ത്യജിച്ചാൽ മാത്രമേ ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും അനുഭവിക്കുന്നുള്ളൂ. തേന തെക്തേന ഭുഞ്ജീത മാഘൃത കസ്യസിദ്ധനം. ത്യജിച്ച ശേഷം ഭുജിക്കൂ, അന്യരുടെ ധനം കൊതിക്കേണ്ട എന്ന ശ്രുതിമന്ത്രം ഇവിടെ ശ്രദ്ധേയമത്രേ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.